AK47 ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സാഹചര്യത്തിൽ നമുക്ക് കൺഫ്യൂഷൻസ് ഇല്ലാത്ത ആളുകളില്ല. നീ പറയുന്നത് അത് കറക്റ്റാണോ, അല്ലെങ്കിൽ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കറക്റ്റാണോ? ഇനി നമ്മൾ കടയിലേക്ക് സാധനം മേടിക്കാൻ പോകുന്ന സാധനങ്ങളുടെ ഐറ്റം കണ്ടിട്ട് നമുക്ക് ഇതിനകത്ത് കൺഫ്യൂഷൻ വരാം. അങ്ങനെ എന്തുമായിക്കോട്ടെ, അങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസ് പറ്റിയ ഒരു വണ്ടിൻ്റെ കഥ എങ്ങനെ ഇருக்கு? അപ്പോൾ നമ്മൾ ആ കഥയിലേക്ക് പോവാം. അതിമനോഹരമായ ഒരു പൂന്തോട്ടം. ആ പൂന്തോട്ടത്തിൽ പലതരത്തിലുള്ള ചെടിയിൽ നിന്ന് പൂത്തു നിൽക്കുന്ന പൂവുകൾ, പല കളർ, പല മണം, പലതരത്തിലുള്ള സൈസുകൾ ഉള്ള, സൈസ് വലുതും ചെറുതുമായുള്ള കുറേ സൈസുകൾ നിൽക്കുന്ന കുറേ പൂവുകൾ. അങ്ങനെ ഒരു നിമിഷം ഒരു വണ്ട അവശതനായി വരികയും വിശപ്പിൻ്റെയും ദാഹത്തിൻ്റെയും വിലയറിയുന്ന ഒരു വണ്ട് വന്നു. അവൻ നോക്കിയപ്പോൾ ആ പൂങ്കാവനത്തിൽ നിറച്ചു പൂക്കളും പലതരത്തിലുള്ള, പല സൈസിലുള്ള, പലതരത്തിലുള്ള മണങ്ങളും അവനെ ആകർഷിക്കുന്ന രീതിയിലുള്ള ഒരു 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 ഭംഗി അവന് തോന്നി. അവൻ ആദ്യമേ ആ പൂക്കളുടെ അടുത്തോട്ട് പോയി, ഒരു പൂവിൻ്റെ അടുത്തോട്ട് പോയി. അവൻ ഇതിനെക്കാട്ടിയും ബെറ്റർ മറ്റേ പൂവല്ലേ. അവൻ വീണ്ടും മറ്റേ പൂവിൻ്റെ അടുത്തോട്ട് പോയി. ഇതിനെക്കാട്ടിയും ബെറ്റർ മറ്റേതായിരിക്കുമല്ലോ എന്ന് പറഞ്ഞ് പലതരത്തിലുള്ള പൂക്കളും പലതരത്തിലുള്ള മണങ്ങളും അവനെ ആകർഷിച്ചു. ആ ബുദ്ധിയായ ആ വണ്ട് ചെയ്ത ഒരു കാര്യമുണ്ട്. എനിക്ക് എന്തായാലും വിശക്കുന്നു, എനിക്ക് പോകാൻ പറ്റുന്ന സ്ഥലം വരെ ഞാനൊന്ന് പോകട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ആ അത്രയും നല്ല ആ ഒരു പൂക്കളും തേനും ഒക്കെ ഉണ്ടായിട്ടുള്ള ആ പൂക്കളിൽ നിന്ന് തേൻ കുടിക്കാതെ ആ ഒരു വണ്ട് പറന്നു പോകുന്നു. പറന്ന് നേരെ ഉയരങ്ങളിലേക്ക് പോയപ്പോൾ ഒരു മരച്ചില്ലിൻ്റെ മുകളിൽ ഒരു ചെറിയ ഒരു പൂവ്. അവൻ അവശതനായി. ആ കൊമ്പിൽ അവൻ മെല്ലെ മെല്ലെ ആ കൊമ്പിൽ അവൻ ഇരുന്നു. അവൻ്റെ ബോഡിയിൽ അവന് പറക്കാൻ വയ്യാത്ത അത്രയും ഉള്ള പെയിനും എല്ലാമായി അവൻ നേരെ അവശതനായി നിന്ന് അവൻ താഴേക്ക് വീണു. അവശതനായി അവൻ ആ കൊമ്പിൽ നിന്ന് താഴേക്ക് വീണു. ഈ താഴേക്ക് വീണത് അതൊരു വലിയ ഒരു പൂവിൻ്റെ ഇതളിലായിരുന്നു. ആ ഇതളിൽ കുറച്ച് തേനുണ്ടായിരുന്നു. ആ തേൻ അത് കുടിച്ചു. കുടിച്ചതിന് ശേഷം അയാൾ ഉഷാറായി. അയാൾ ഉഷാറായതിനു ശേഷം അയാൾ ചിന്തിച്ചു, അപ്പോൾ നമുക്ക് ശ്രമിച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ ഒന്നിനെ കണ്ട് തളരാതെ നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് ഒരെണ്ണമെങ്കിലും കിട്ടാതിരിക്കത്തില്ല എന്ന് ആ ഒരു പാഠം ആ വണ്ടിന് പഠിപ്പിച്ചു കൊടുത്തു. അതാണ് ഇന്നത്തെ കാലത്ത് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഒന്നിനു വേണ്ടി മറ്റൊന്നിൻ്റെ പുറകെ പോകരുത്.